ഇവിടെ ഹീറോയിൻ അനിയത്തി രക്ഷിക്കാനായിട്ട് മുംബൈയിലേക്ക് വന്ന് പ്രോസ്റ്റിറ്റ്യൂഷനിൽ പെട്ടുപോകുകയാണ്. അവിടെ ഇവളെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടാകും. അതിന്റെ വേദന ഒന്നും ഉൾക്കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹീറോ ഇവളെ കാണുകയാണ്. ഇവളെ കാണാൻ ചെറുപ്പമായതുകൊണ്ട് ഞാൻ അവിടെ രക്ഷിക്കാന്ന് വാക്ക് കൊടുക്കും. ഹീറോ ഇവളോട് പറഞ്ഞ പോലെ അടുത്ത ദിവസം അവനാണെങ്കിൽ പോലീസിനെ കൂടി റൈഡ് വരികയാണ്. പക്ഷെ അതേസമയം ഹീറോനാണെങ്കിൽ ഓൾറെഡി അനിയത്തി വിട്ടിട്ട് പോയ സങ്കടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം എന്ന് വിചാരിച്ച് അവിടെ തന്നെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. സോ ഹീറോ ഇവളുടെ പേര് വിളിക്കുമ്പോൾ പോലും ഇവള് റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ടാവില്ല. അവിടെ തന്നെ ഉള്ളിരിക്കുകയാണ്. അടുത്ത ദിവസം ആ സ്ഥലത്തിന്റെ ഇൻചാർജ് ആണെങ്കിൽ ഹീറോനെ പോലുള്ള വെർജിനായ പെൺകുട്ടികൾക്ക് ഹോങ്കോങ്ങിൽ നല്ല വിലയുണ്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഹീറോന്റെ കൂടെ കുറച്ച് പെൺകുട്ടികളെയും ചേർത്ത് കണ്ടെയ്നറെ കയറ്റിയിട്ട് അവർ ഹോങ്കോങ്ങിലേക്ക് നാട് കടത്തുകയാണ്. അവിടെ എത്തിയോടെ ഒരു കോടീശ്വരനാണെങ്കിൽ അവന് വെർജിനായ പെൺകുട്ടികൾ തന്നെ വേണമെന്ന് പറയും. എത്ര വേണമെങ്കിൽ പൈസ തരാമെന്ന് പറയും. സോ ഹീറോയിനും ആ കോടീശ്വരന്റെ അടുത്തേക്ക് അയച്ചുകൂടിയാണ്. കളവൻ കാരണം ഹീറോന്റെ വെർജിനിറ്റി ഇല്ലാതാവും. പക്ഷെ അതിന് ശേഷമാണെങ്കിൽ വീണ്ടും ഇവള് വെർജിനെ പോലെ കാണിക്കാനായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അതിന്റെ വേദനയിലാണെങ്കിൽ ഹീറോനെ കൊണ്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അപ്പോഴും വിടാതെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളെയാണെങ്കിൽ വീണ്ടും ഒരു കോടീശ്വരൻ അയച്ചു വിടുകയാണ്. അയാളാണെങ്കിൽ അയാളുടെ വീട് മുഴുവൻ ഹീറോ ചുറ്റി കാണിക്കും. ആ സമയത്താണെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ഹീറോന്റെ കണ്ണിപ്പെടും. അതുകൊണ്ട് തന്നെ അവനോട് ഒരു മെയിൽ മാത്രം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവളുടെ മെയിൽ ഓപ്പൺ ചെയ്യാണ്. അതിലാണെങ്കിൽ ഹീറോന്റെ ലവർ ഞാൻ നിനക്കായിട്ട് കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷെ എവിടെയും കിട്ടിയില്ല. നിനക്ക് ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നീ എങ്ങനെയും അടുത്ത് അവന് മെയിൽ ചെയ്തിട്ടുണ്ടാവും. ആ മെയിൽ കാണുന്ന ഹീറോനാണെങ്കിൽ നമ്മൾക്കായിട്ട് കാത്തിരിക്കാൻ ഒരുത്തെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വീടിന് രക്ഷപ്പെടുകയാണ്. പക്ഷെ ഇവളെ കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ടാവില്ല. ഇവള് പറയുന്ന ഭാഷയാണെങ്കിൽ ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവൾക്ക് വിശപ്പ് താങ്ങാതെ ഇവളാണെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത് കാണുന്ന കുറച്ച് നല്ല മനുഷ്യരാണെങ്കിൽ ഇവർ രാഷ്ട്രപതി ചേർത്ത് വിടും. അവിടെ ഇവൾക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അങ്ങനെ അവസാനം ഇന്ത്യൻ ഗവൺമെന്റിനെ ഇവൾ തിരിച്ച് ഇന്ത്യയിലേക്കും കൊണ്ടുവരും. ഹീറോന്റെ അനിയത്തിനെ ഹീറോ രക്ഷിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവസാനം ഇവരെയാണെങ്കിൽ പേരൻസ് അടുത്തേക്ക് അയച്ചു വിടും. ഇവളുടെ ലവർ പറഞ്ഞ പോലെ തന്നെ ഇവളെ കാണാനായിട്ട് അവനെ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ആക്ച്വലി സ്റ്റോറി മുഴുവൻ റിയൽ ആയിട്ട് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളായിരിക്കും.